നമസ്കാരം, ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. കോട്ടയം പാമ്പാടി കൂരോപ്പടയിൽ 3 മെഡിക്കൽ സ്റ്റോറുകളിലടക്കം നിരവധി സ്ഥാപനങ്ങളിൽ മോഷണം നടന്നതായുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇന്ന് രാവിലെ കട തുറക്കാനെത്തിയ ആളുകളാണ് കടയിൽ മോഷണം നടന്ന വിവരം അറിയുന്നത്. കൂരോപ്പടയിൽ പ്രവർത്തിക്കുന്ന 3 മെഡിക്കൽ സ്റ്റോറുകൾ, നീരജ് എന്ന ഇലക്ട്രിക് കട, പച്ചക്കറി കട തുടങ്ങിയ സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നിരിക്കുന്നത്. ഇവിടെ പ്രവർത്തിക്കുന്ന താന്നിക്കൽ സ്റ്റോഴ്സ് എന്ന മെഡിക്കൽ സ്റ്റോറിൽ നിന്നും 6000 രൂപ നഷ്ടമായതായി പറയുന്നുണ്ട്. രാവിലെ കട തുറക്കാനെത്തിയ ആളുകളാണ് കടയുടെ താഴ് തകർത്ത് മോഷണം നടത്തിയതായി കണ്ടത്. രാവിലെ ഒരു 7-7:30 ആയപ്പോൾ തന്നെ ബസ് സ്റ്റാൻഡിൻ്റെ ഓട്ടോക്കാരൻ ബിജു എന്ന് പറഞ്ഞ ഒരാളാണ് എന്നെ ഫോണിൽ വിളിക്കുന്നത്. ആ വിളിച്ചു പറഞ്ഞ സാഹിത്യ ഇരുപടെ കടയിൽ കള്ളം കയറിയിട്ടുണ്ട്. അപ്പം പല കടകളിൽ കയറിയെന്ന് ഇവിടെ വന്നിട്ട് പറഞ്ഞു. മൊത്തം ഏതാണ്ട് 6 കടയൊക്കെയുണ്ട്. 3 മെഡിക്കൽ സ്റ്റോറ്, ഒരു പലചരക്ക്, ഒരു ഇലക്ട്രിക് കട, ഒരു പച്ചക്കറി കട. എല്ലാ കടയിലും കിടന്ന നോട്ടുകൾ കൊണ്ടുപോയിട്ടുണ്ട്. ചെറിയ നോട്ടുകളെ എല്ലാവരും ഇടാറുള്ളത്. അത് മൊത്തം അവൻ അടിച്ചുകൊണ്ട് പോയി. കോയിനായിട്ട് കിടന്ന ഒന്നും കൊണ്ടുപോയിട്ടില്ല. അതാണ് മെയിനായിട്ട്. മറ്റ് സാധനങ്ങളൊന്നും കൊണ്ടുപോയിട്ട്. CCTV ദൃശ്യങ്ങളൊന്നും ലഭ്യമല്ല. CCTV നമുക്കില്ല, ഇവിടെ ഇല്ല. ഓക്കെ. ബാക്കി എല്ലാ കടയിലും ഉള്ള കടകളിലെല്ലാം CCTV മേലോട്ട് പൊക്കി വെച്ചേക്കും. അതായത് ഞങ്ങളുടെ അടുത്ത്, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുഴിപ്പള്ളി മില്ലുണ്ട്, സോമില്ല. അവിടെ നിന്നാണ് അവൻ ലിവർ എടുത്തുകൊണ്ട് വന്നെന്ന് CCTV കിട്ടും. അവർക്ക് CCTV ഉണ്ട്. ഒരേ സമയം തന്നെ ഒരു ഗ്രൂപ്പായിട്ടായിരിക്കുമോ അതോ? അതെ, ഒരുത്തനെ കൊണ്ട് തന്നെ ഈ 6 കടയിലും കയറാൻ പറ്റുമെന്ന് എനിക്ക് അത്ര തോന്നുന്നില്ല. ഒരേ സമയം തന്നെ ഈ ഒരു 1-നും 3-നും ഇടയ്ക്കാണല്ലോ ഈ മോഷണ ശ്രമം മുഴുവൻ. 4-ാമ പത്രക്കാരാണ് അതോടൊപ്പം. അപ്പം അവൻ്റെ ഒരു പടം കാണുന്നുണ്ട്, ചുവന്ന ഷർട്ടായിരിക്കും. അവൻ അവിടുന്ന് കമ്പി എടുത്തുകൊണ്ട് നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 110 കിലോമീറ്റർ വേഗത്തിൽ ഒരു ബൈക്ക് പോകുന്നതായിട്ടും കാണുന്നുണ്ട്. അത് ആ ഗ്യാങ്ങിൽപ്പെട്ടവനായിരിക്കണം എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഷട്ടർ താത്തിട്ട നിലയിൽ തന്നെ താഴ് 2 താഴും ഇല്ലായിരുന്നു. തൊട്ടപ്പുറത്ത് അപ്പാപ്പൻ്റെ കടയാ, അവിടുത്തെ താഴുകളൊന്നും ഇല്ലായിരുന്നു. എന്നാ നഷ്ടപ്പെട്ട? എന്തൊക്കെ നഷ്ടപ്പെട്ടു? എനിക്ക് ക്യാഷായിട്ട് മാത്രമേ നഷ്ടപ്പെട്ടു. എത്ര പോയി? ഏകദേശം 6,000 രൂപ ഏകദേശം. എവിടേക്കാണ് മോഷണം നടന്നത്? നമ്മുടെ ഈ പ്രദേശത്തെല്ലാം നടന്നിട്ടുണ്ടോ? 3 മെഡിക്കൽ സ്റ്റോറുകൾ, പിന്നെ ഒരു ഇലക്ട്രിക് കട നീരജ്, പിന്നെ ഒരു പലചരക്ക് കട, ഈ പറഞ്ഞ നമ്മുടെ കടയുടെ തൊട്ടപ്പുറത്തെ അപ്പാപ്പൻ്റെ കട, പിന്നെ നടന്നത് പച്ചക്കറിയുടെ ഹോൾസെയിൽ. എത്ര മണിക്കാണ് നടന്നതെന്നുണ്ടോ? CCTVയുടെ ഇപ്പോഴത്തെ കിട്ടിയ ദൃശ്യങ്ങൾ അനുസരിച്ച് ഏകദേശം ഒരു 2-നും 3-നും ഇടയ്ക്ക്. പക്ഷേ ഈ ഒരേ സമയം ഇത്ര 6 കട കയറുമെന്ന് പറയുമ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കൂടുതൽ ഗ്രൂപ്പായിട്ടാണ് സാധ്യതയുണ്ട്, സംശയമുണ്ട്. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പാമ്പാടി പോലീസ് സംഘം സ്ഥലത്തെത്തുകയും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു. ഇത്തരത്തിൽ നടത്തിയ പരിശോധനയിലാണ് വലിയ മോഷണമാണ് നടന്നതെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ വ്യാപകമായ രീതിയിൽ മോഷണം നടക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ പ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളിൽ നിന്നും സമാന രീതിയിൽ മോഷണം നടന്നിരുന്നു. പാമ്പാടിയിൽ കഴിഞ്ഞ ദിവസം വലിയൊരു മോഷണമാണ് നടന്നത്. പാമ്പാടിയിലെ കോത്തല ഭാഗങ്ങളിൽ മെഡിക്കൽ സ്റ്റോറുകൾ കേന്ദ്രീകരിച്ചും കടകൾ കേന്ദ്രീകരിച്ചും മോഷണം നടക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നിരവധി രൂപയാണ് നഷ്ടമായത്. ഈ കേസിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ മാസം ആദ്യത്തോടു കൂടിയാണ് ഇവിടെ മോഷണം നടന്നത്. ഈ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഇപ്പോൾ കൂരോപ്പടയിലും മോഷണം ഉണ്ടായിരിക്കുന്നത്. ഈ പ്രദേശത്തെക്കുറിച്ച് അറിവുള്ള ആളുകളാണ് മോഷണത്തിന് പിന്നിലെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. പാമ്പാടി പോലീസിൻ്റെ നേതൃത്വത്തിൽ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും കോത്തല, പാമ്പാടി പ്രദേശങ്ങളിൽ നിന്ന് മോഷണം നടത്തിയ ഇതേ സംഘം തന്നെയാണ് കൂരോപ്പടയിലും മോഷണം നടത്തിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. കോട്ടയം പാമ്പാടിയിൽ നിന്നും ടീം ജാഗ്രത.